ഫ്രം ആംസ്റ്റർഡാം. ഇന്നെൻ്റെ ഡേ 2 ഇൻ ആംസ്റ്റർഡാം ആണ്. ഇപ്പോൾ ഇവിടെ സൺറൈസ് നടക്കുകയാണ്. 8 ടൈമാണ് കേട്ടോ. ഇപ്പം സൺറൈസ് നടക്കുന്നേ ഉള്ളൂ. സോ ഇന്നത്തെ ദിവസത്തെ പറ്റി ഞാൻ ജസ്റ്റ് വേഗം ഒന്ന് എൻ്റെ പ്ലാനിലുള്ളത് പറയാം. അതുപോലെ തന്നെ എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ ആയിരിക്കുമെന്ന്. ബട്ട് സ്റ്റിൽ എൻ്റെ പ്ലാനിലുള്ളതെന്ന് പറഞ്ഞാൽ ഐ എം ടേക്കിംഗ് എ ഡേ ട്രിപ്പ് ടു ഗെയ്ത്തോൺ. അതിനിടയ്ക്ക് എനിക്കൊരു സ്റ്റോപ്പ് ഉണ്ട്, ജ്വല്ലേ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. സോ അതിന് മുന്നേ എനിക്ക് എൻ്റെ ലഗേജസ് ഒക്കെ ഇവിടെ ലോക്കറിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. വെറുതെ 2 ബാഗും കൊണ്ട് ഇന്ന് പോയിട്ട് പിന്നെ നാളെ ഞാൻ തിരിച്ചു വരത്തുള്ളൂ. ഇന്ന് ഐ എം സ്റ്റേയിങ് ഇൻ ഗെയ്ത്തോൺ. സോ ദാറ്റ്സ് എ പ്ലാൻ ഫോർ ദ ഡേ. പിന്നെ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം അങ്ങനത്തെ ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്കിങ്ങനെ നടന്നെല്ലാം കാണാം. പിന്നെ അപ്പം ബാഗ്സ് ലോക്കറിൽ വെക്കാൻ വേണ്ടി ഞാനിപ്പോൾ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാഗ്സ് ലോക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് ബൗൺസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നമുക്കപ്പം ഏറ്റവും നിയറസ്റ്റ് ലോക്കേഴ്സ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ 2 ബാഗും ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നാളെ റിട്ടേണിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സസ് മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ. എൻ്റെ റൂംമേറ്റ്സ് ഇപ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ട് പോയി. അവർ സാൻസേഷൻസിലേക്ക്, ഞാൻ ഇന്നലെ പോയ സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ദേ ആർ ഗോയിങ് ഡയറക്ട്ലി ടു ജർമ്മനി. അപ്പം നമ്മളിങ്ങനെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തത് കൊണ്ട് അവർ പോയപ്പോൾ ഒരു വിഷമം തോന്നുകയല്ലേ? എനിക്കറിഞ്ഞൂടെ എല്ലാവർക്കും തോന്നുന്നു, പക്ഷെ എനിക്കത് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് വിഷമിച്ചിരിക്കാൻ സമയമില്ല. ഞാൻ എന്താ ഇവിടെ പാക്കിങ് നടക്കുവാണ്. പിന്നെ ഇനി സോർട്ട് ചെയ്യാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്നലെ ആൽബർട്ടൈനിൽ കയറിയിട്ടൊരു കോഫിയും പിന്നെ ഒരു സാധനം, എനിക്കെൻ്റെ പേര് ഓർമ്മയില്ല, ഒരു മാർഗരീറ്റ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പം തിങ്കിങ് ഓഫ് ഡൂയിങ് ദ സെയിം. ആൽബർട്ടൈനിൽ കയറി വേറെ എന്തെങ്കിലും വാങ്ങിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അതാകുമ്പോൾ കുറച്ച് കാശും കുറവാണ്, എന്നാൽ നല്ല ഫില്ലിങ്ങുമാണ്. പിന്നെ നല്ല കഫേസൊക്കെ ട്രൈ ചെയ്യണം എനിക്ക്. ഇതുവരെ ഞാൻ വന്നിട്ട് അങ്ങനെ പ്രോപ്പറായിട്ട് ആകെ മറ്റേ മാവോസ് ഫലാഫൽ മാത്രമേ ട്രൈ ചെയ്തുള്ളൂ, വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ഐ വോണ്ട് ടു. അപ്പോൾ അതൊക്കെ അതിന് പക്ഷേ സമയമുണ്ട്, ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് തോന്നുന്നത് ഞാൻ ട്രാവലിംഗ് ആയതുകൊണ്ട് ഒരെണ്ണം വാങ്ങുവാണെങ്കിൽ എനിക്ക് ട്രെയിനിൽ വെച്ച് കഴിക്കാമല്ലോ. സോ ദാറ്റ്സ് എ പ്ലാൻ ഫോർ ദ ഡേ. എൻ്റെ ഹോട്ടലിനടുത്തുള്ള സ്പാറിൻ്റെ ഷോപ്പിൽ നിന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി. ഒരു പ്രെറ്റ്സൽ ആൻഡ് ഒരു കോഫി ടു ഗോ. ഇനി ഒരു 9 minutes'ൽ I'll have my train to Zoot. It's already here. Took a walk beneath the sun. You say your story's just begun. I still remember our last goodbye, the way you smile, trying not to cry. The wind blows soft, but it pulls me. ഞാൻ ആംസ്റ്റർഡാമിൽ നിന്ന് ഗെയ്ത്തൂണിലേക്ക് പോകുന്ന വഴി ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ജ്വല്ലേ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അപ്പം ജ്വല്ലയിൽ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ എമ്മാവൈക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ ബസ് എടുത്തു. അവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇനി ഗ്രോട്ട് മാർക്കറ്റിലേക്ക് ഞാൻ പോവുകയാണ്. പക്ഷേ ദിസ് പ്ലേസ് ഇസ് വേ മോർ ബ്യൂട്ടിഫുൾ ദാൻ വാട്ട് ഐ എക്സ്പെക്റ്റഡ്. നമ്മൾ ആക്ച്വലി ജ്വല്ലേ എൻ്റെ പ്ലാനിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അധികം അങ്ങനെ വീഡിയോസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് നന്നായി എന്ന് തോന്നുന്നു. കാരണം ഈ ഒരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ടല്ലോ, നമ്മൾ ഒത്തിരി വീഡിയോസ് കണ്ടിട്ട് വരുമ്പോൾ ആ സർപ്രൈസ് എലമെൻ്റ് പോവും. ഇപ്പോൾ പക്ഷേ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര എന്താ പറയുക, വണ്ടർസ്റ്റക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പ്ലേസ്. എനിക്ക് ആക്ച്വലി അങ്ങോട്ടാണ് പോകേണ്ടത്, ടു ഗ്രോട്ട് മാർക്കറ്റ്. ഞാൻ എന്നാൽ ഗ്രോട്ട് മാർക്കറ്റിൽ പോയിട്ട് വരാം. You feel so near, it's like you are whispering my ear. In every life I will find you again. All we need is love to bring us home. I won't let go. നോട്ട് ഷുവർ വൈ, പക്ഷെ അത് ഭയങ്കര ഒരു
സൈലൻസ്. ഇന്നിവിടെ എല്ലാം അവധിയാണോ അതോ ഈവനിങ് ആണ് ഇവിടെ കുറച്ചും കൂടി എല്ലാം ആക്റ്റീവ് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒത്തിരി കഫേസ് പോലത്തെ ഇങ്ങനെ സ്ട്രീറ്റ് സൈഡ് കഫേസും അങ്ങനെയൊക്കെ ഒത്തിരി കണ്ടു വിത്ത് ലൈറ്റ്സ് ആണോ. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈവനിങ് ആയിരിക്കും കുറച്ചും കൂടി ലൈവ് ആവുന്നത്. പക്ഷേ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 1.5-2 hours ഞാൻ ജ്വല്ലയിൽ നടന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്തു. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ജ്വല്ല. പക്ഷേ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു തോന്നുന്നു ഈവനിങ് ആണ് കുറച്ചും കൂടെ ആക്റ്റീവ് ആവുന്നതെന്ന് തോന്നുന്നു. എനിവേസ് ഞാനിപ്പം തിരിച്ച് ജ്വല്ല സ്റ്റേഷനിൽ വന്നിട്ട് ഒരു ട്രെയിൻ എടുത്തിട്ട് സ്റ്റീൻവൈക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ വന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് പുറത്ത് തന്നെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട്. അവിടുന്ന് ഗെയ്ത്തൂണിലേക്കുള്ള ബസ് എടുത്തു. ബസ് നമ്പർ 70 and 240 ആണെന്ന് തോന്നുന്നു ഗെയ്ത്തൂണിലേക്ക് പോകുന്നത്. ഇതിന് പറയുന്നത് ഗെയ്ത്തൂൺ എക്സ്പ്രസ് എന്നാണ്. ഒരു 20 minutes, അറൗണ്ട് 20 minutes ഗെയ്ത്തൂണിലെ ബസ് സ്റ്റേഷനിൽ എത്തും. പക്ഷേ സ്റ്റിൽ അവിടുന്ന് കുറച്ചും കൂടെ നടക്കാനുണ്ട്. അത് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ചെയ്യാൻ തോന്നുന്നില്ല ഇവിടെ വന്നിട്ട്. പെയിന്റിങ് പോലെ തോന്നുകയാണ് മൊത്തം എങ്ങോട്ട് നോക്കിയാലും. ഏതായാലും എനിക്കിപ്പോൾ നല്ല വിശപ്പുണ്ട്. ഏതെങ്കിലും ഒരു കഫേയിൽ കയറി ഇരുന്നിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോസ്റ്റല് നിങ്ങളെ കാണിച്ചു തരാം. കട്ടൻ കാപ്പിയും ചൂട് ഫ്രൈസും പിന്നെ എന്തോ ഒരു സാധനം, എന്തോ ഡച്ച് ഡിഷാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഫ്രൈസിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഞാൻ ശരിക്കും ഇന്നത്തെ ദിവസം പ്രോപ്പറായിട്ട് ഒരു പ്രെറ്റ്സൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ, ഒരു ബ്രഞ്ചായിട്ട് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം ഫുഡ് കഴിക്കുന്ന ഇപ്പോഴാണ്. അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഭയങ്കര ടേസ്റ്റ്. പൊതുവെ ഫ്രഞ്ച് ഫ്രൈസ് ശരിക്കും പറഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും ഫ്രാൻസിലല്ല, ബെൽജിയത്തിലാണ്. പക്ഷേ ആംസ്റ്റർഡാമിലെ ഫ്രൈസും കൊള്ളാം. Not bad. ഇപ്പം ഏകദേശം ഇവിടെ സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയപ്പോൾ ഭയങ്കര ക്വയറ്റായി. ആൻഡ് ഒന്നെങ്കിൽ ഇപ്പം എന്നെ പോലെ ഇവിടെ വന്നിട്ട് ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്യുന്നവരും പിന്നെ ഇവിടുത്തെ ആൾക്കാരും മാത്രമേ ഈ ഒരു ടൈമിൽ ഇവിടെ ഉള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ലാസ്റ്റ് ബസ് ആംസ്റ്റർഡാമിലേക്ക് എനിക്കൊന്ന് 7:15 ആ ടൈമിലാണ് ലാസ്റ്റ് ബസ്. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും എല്ലാവരും പോയിന്ന് തോന്നുന്നു. ഇപ്പം ഈ ഒരു സമയത്ത് ഇവിടെ വന്നാൽ ഇഷ്ടം പോലെ ഓടി നടന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. പക്ഷേ നമ്മൾ ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം അങ്ങോട്ടൊന്നും കയറാതെ അതൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. വേറെ ആർക്കും ബുദ്ധിമുട്ട് വരുത്താതെ
നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഞാനിപ്പോൾ എൻ്റെ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്റ്റൽ ഇവിടുന്ന് ഈ ഗെയ്ത്തൂൺ വില്ലേജിൽ നിന്ന് കുറച്ച് മാറിയിട്ടെന്ന് പറഞ്ഞാൽ ഒരു 1.5 കിലോമീറ്റർ നടക്കണം. പക്ഷേ ഭയങ്കര അടിപൊളിയാണ് അവിടുത്തെ വ്യൂ. റൂം വലിയ ഗുണമില്ലെന്നല്ല, റൂം ഭയങ്കര ചെറിയൊരു റൂമാണ്. 4 ബെഡ്, അഗെയിൻ ഒരു ഫീമെയിൽ ഡോമാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഇവിടെയും ഒരു 4 ബെഡിൻ്റെ ബെഡ് കൂടാതെ അതിനകത്ത് ജസ്റ്റ് ഒന്ന് നിൽക്കാനുള്ള സ്ഥലമുള്ളൂ റൂമിൽ. പക്ഷേ റൂമിൻ്റെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സ്വർഗമാണ്, സ്വർഗം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാനിപ്പോൾ റൂമിലെത്തുമ്പോൾ ചിലപ്പം ഇരുട്ടാവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ രാവിലത്തെ കാണിച്ചു തരാം. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു പെയിൻറ്റിങ് ഒക്കെ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് പിന്നെ മുന്നേ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ സ്റ്റിൽ ഒരു പെയിൻറ്റിങ്ങിൽ കൂടെ ഒക്കെ നടക്കുന്ന പോലെ തോന്നുക. അത്രയ്ക്ക് ഭയങ്കര എന്താ പറയുക, സറിയൽ മേ ബി ഐ ക്യാൻ സേ ദാറ്റ്. യാ, ഇന്നലെ സാൻസിഷനിൽ പോയപ്പം ഞാൻ വിചാരിച്ചു അതാണ് ആംസ്റ്റർഡാമിലെ ഏറ്റവും അടിപൊളിയെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പം ആംസ്റ്റർഡാമിലെ അല്ല, ആംസ്റ്റർഡാമിൽ നിന്ന് ഡേ ട്രിപ്പ് പോകുന്നതാണ് കേട്ടോ. കുറച്ച് മാറിയിട്ടാണ് ഇതെല്ലാം. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇതാണ് കൂടുതൽ പീസ്ഫുൾ. സാൻസിഷനിൽ കുറേ കൂടി തിരക്കായിരുന്നു. ഇവിടെ പക്ഷെ തിരക്കുമില്ല. ഇത് ഓഫ് സീസണിലാണ് ഞാൻ വന്നേക്കുന്നത്. ഒക്ടോബർ ആവുന്നേ ഉള്ളൂ. സെപ്റ്റംബർ 30th ഇന്ന്. അപ്പം ഓഫ് സീസൺ ആണ്. പക്ഷേ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ യൂറോപ്പിൽ വന്നപ്പം മഴയും ഉണ്ട്, അല്ലാണ്ട് മഴയില്ലാത്ത ടൈമും ഉണ്ട്. അപ്പം രണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പം ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുമായിരുന്നു. ഇത് പക്ഷെ അങ്ങനല്ല, കൈൻഡ് ഓഫ് ഒരു സമ്മർ കഴിയുന്ന ആ ഒരു ടൈം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എന്നാൽ ഓട്ടമിൻ്റെ ആ ഒരു ലീവ്സൊക്കെ ഇങ്ങനെ മഞ്ഞയും ഓറഞ്ചൊക്കെ ആയിട്ട് അതും കാണാൻ പറ്റുന്നുണ്ട്. സോ ദ വെദർ ഈസ് വെദറിങ്, അങ്ങനെയൊക്കെ പറയാം. നമുക്ക് ഇവിടെ ഒന്നും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ലവിങ് ഇറ്റ്. ഗൈസ്, ഇതാണ് എൻ്റെ ഹോസ്റ്റൽ. So this is where I'm going to stay tonight. അപ്പോൾ ഇതാണ് ഗെയ്ത്തൂണിലെ എൻ്റെ ഹോസ്റ്റലിൻ്റെ റൂം. 4 ബെഡാണ് കേട്ടോ. ചെറിയ റൂമാണ്. എന്തോ ഭാഗ്യത്തിന് വേറെ ആരും വന്നിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി ബുദ്ധിമുട്ടായേനെ. കാരണം അത്രയ്ക്ക് ചെറിയ റൂമാണ്. എനിവേസ് നാളെ എനിക്ക് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ചെക്കൗട്ട്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഗെയ്ത്തൂണിൽ ചെയ്യാൻ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം പെൻഡിങ് ആണ്, ബോട്ട് റൈഡ്. അപ്പോൾ അത് ഞാൻ നാളെയാണ് ചെയ്യുന്നത്. ഇന്നത്തെ എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾ കാണുന്നതിനേക്കാട്ടിലും ബ്യൂട്ടിഫുള്ളാണ് നേരിട്ട് കാണാൻ. അപ്പം ഏതായാലും എത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെ ഉച്ചവരെ ഞാൻ ഗെയ്ത്തൂണുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഗെയ്ത്തൂണിലെ വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ കാണിക്കാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ബൈ.